നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്പാർക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്ന വിഷയം ഗസറ്റഡ് ജീവനക്കാരുടെ പ്രൊമോഷൻ അല്ലായെങ്കിൽ ട്രാൻസ്ഫർ വരുന്ന സമയത്ത് ഇവരുടെ റിലീവിംഗ് ജോയിനിങ് സീറ്റീസുകൾ സ്പാർക്കിലൂടെ എങ്ങനെ ഏജിക്ക് സബ്മിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ആദ്യമായി നമുക്ക് ഈയൊരു പ്രോസസ്സ് എങ്ങനെ ആണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനായിട്ട് ഒരു ഗസറ്റഡ് ജീവനക്കാരന് പ്രൊമോഷൻ അല്ല എങ്കിൽ ട്രാൻസ്ഫർ ലഭിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർഡർ സ്പാർക്കിൽ എൻ്റർ ചെയ്യേണ്ടത് HOD ലോഗിനിൽ നിന്നാണ്. അതായത് നമ്മുടെ വകുപ്പ് മേധാവിയുടെ കാര്യാലയത്തിൽ നിന്നാണ് ഇത് സ്പാർക്കിൽ രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം ജീവനക്കാരൻ, അതായത് പ്രൊമോഷൻ ആയതോ അതല്ല എങ്കിൽ ട്രാൻസ്ഫർ ആയതോ ആയ ജീവനക്കാരൻ തൻ്റെ വ്യക്തിപരമായ സ്പാർക്ക് പ്രൊഫൈലിൽ കയറി നമ്മൾ റിലീവിംഗ് റിക്വസ്റ്റ് ഇടുകയും അത് നമ്മളെ റിലീവ് ചെയ്യാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ അത് അപ്രൂവ് ചെയ്ത് നമ്മളിപ്പോൾ ഏത് ഓഫീസിലാണോ വർക്ക് ചെയ്യുന്നത് ആ ഓഫീസിലെ DDO അത് ഡിജിറ്റൽ സൈൻ വെച്ച് AGക്ക് അയക്കുന്നതോടുകൂടി നമ്മളുടെ റിലീവിംഗ് CTC AGയിലെത്തുന്നതാണ്. അതിനുശേഷം വീണ്ടും നമ്മളുടെ വ്യക്തിപരമായ സ്പാർക്ക് ലോഗിനിൽ പ്രവേശിച്ച് നമ്മൾ ഏത് ഓഫീസിലോട്ടാണോ ജോയിൻ ചെയ്യേണ്ടത് ആ ഓഫീസിലോട്ട് സ്പാർക്കിലൂടെ തന്നെ ഒരു ജോയിനിങ് റിക്വസ്റ്റ് ഇടുകയും അത് നമ്മൾ ജോയിൻ ചെയ്യേണ്ട സ്ഥാപനത്തിലെ DDO അത് അംഗീകരിച്ച് ഡിജിറ്റൽ സൈനോടുകൂടി അത് AGയിലോട്ട് ഫോർവേഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ജോയിനിങ് CTCയും AGയിലെത്തുന്നതാണ്. ഇത് ലഭിച്ചതിന് ശേഷമായിരിക്കും നമുക്ക് AGയിൽ നിന്നും പേ സ്ലിപ്പ് ലഭിക്കുന്നത്. ഇത് നമുക്ക് സ്പാർക്കിലൂടെ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏത് ഉദ്യോഗസ്ഥനാണോ ട്രാൻസ്ഫർ അല്ലെങ്കിൽ പ്രൊമോഷൻ ലഭിച്ചത് ആ ഉദ്യോഗസ്ഥൻ്റെ വ്യക്തിപരമായ ലോഗിനിൽ പ്രവേശിച്ച് നമ്മൾ സർവീസ് മാറ്റേഴ്സ് എന്ന ആ ഒരു ഓപ്ഷനിൽ ഇപ്പോൾ പ്രൊമോഷൻ ലഭിച്ച വ്യക്തിയാണെങ്കിൽ പ്രൊമോഷൻ ഗ്രേഡ് റിവേർഷൻ എന്ന ഓപ്ഷനും അതല്ല ട്രാൻസ്ഫർ ലഭിച്ച വ്യക്തിയാണെങ്കിൽ അതിന് താഴെ ഒരു ട്രാൻസ്ഫർ ഓപ്ഷനുണ്ട്. ആ ഒരു ട്രാൻസ്ഫർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താണ് നമ്മൾ ഈ ഒരു CTCകൾ അയക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ പ്രൊമോഷൻ ലഭിച്ച വ്യക്തിയാണെങ്കിൽ ആ ഒരു മെനുവിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പ്രൊമോഷൻ ഗ്രേഡ് റിവേർഷൻ എന്ന ആ ഒരു ഓപ്ഷനിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൊമോഷൻ ഓർഡർ ഗസറ്റഡ്. അതിൽ എൻ്റർ പ്രൊമോഷൻ ഓർഡർ ഡീറ്റെയിൽസ് എന്നത് നമുക്ക് എൻ്റർ ചെയ്യാൻ കഴിയുന്നതല്ല. അത് ഞാൻ ആദ്യമേ പറഞ്ഞു, അത് HOD ലോഗിനിൽ നിന്നാണ് ചെയ്യേണ്ടത്. അത് HOD ലോഗിനിൽ നിന്നും അത് എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് റിലീവിംഗ് റിക്വസ്റ്റ് ഇടാൻ കഴിയുകയുള്ളൂ. അത് HOD ലോഗിനിൽ നിന്നും കൃത്യമായി തന്നെ ചെയ്ത് നൽകുന്നതാണ്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് അടുത്ത് നോക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് താഴെയുള്ള റിലീവിംഗ് CTC ആണ്. അതായത് പ്രൊമോഷൻ ലഭിച്ചൊരു വ്യക്തി റിലീവിംഗ് CTC അയക്കുന്നത് ഈയൊരു ഓപ്ഷൻ മുഖേനയാണ്. ഇതിലെ സബ്മിറ്റ് റിലീവിംഗ് റിക്വസ്റ്റ് വഴിയാണ് നമ്മൾ ആ ഒരു റിലീവിംഗ് റിക്വസ്റ്റ് അയക്കുന്നത്. ഇനി ട്രാൻസ്ഫർ ആയവരുടെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ട്രാൻസ്ഫറിൽ വന്നിട്ട് ആദ്യത്തെ ഓപ്ഷൻ ട്രാൻസ്ഫർ ഓർഡർ ഫോർ ഗസറ്റഡ് അത് ഞാൻ പറഞ്ഞു, അത് നമ്മളുടെ HOD ലോഗിനിൽ നിന്നാണ് ചെയ്യേണ്ടത്. നമ്മൾ ട്രാൻസ്ഫർ ആവുന്ന കേസിലാണെങ്കിൽ റിലീവിംഗ് CTC അയക്കുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് റിലീവിംഗ് CTC എന്നതിൽ സബ്മിറ്റ് റിലീവിംഗ് റിക്വസ്റ്റ് വഴിയാണ് അത് അയക്കുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം വീണ്ടും നമ്മൾ പ്രൊമോഷനിൽ പോയി ജോയിനിങ് റിക്വസ്റ്റ് അയക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം ഏത് മെനു എന്നതിൽ നിന്നാണെന്ന്. അതിൽ പ്രൊമോഷൻ ഗ്രേഡ് റിവേർഷനിൽ രണ്ടാമത്തെ ഓപ്ഷൻ ആ ഒരു ജോയിനിങ് CTC അതിൽ സബ്മിറ്റ് ജോയിനിങ് റിക്വസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താണ് നമ്മൾ ജോയിനിങ് റിക്വസ്റ്റ് ഇടുന്നത്. ട്രാൻസ്ഫറിൻ്റെ കേസിലാണെങ്കിലും സെയിം തന്നെ, വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഈ ഒരു മെനുകളിലോ ആ മെനുവിലുള്ള മറ്റ് കാര്യങ്ങളിലോ ഒന്നുമില്ല. ഇവിടെയും ജോയിനിങ് CTCയിൽ സബ്മിറ്റ് ജോയിനിങ് റിക്വസ്റ്റ് എന്നതിലൂടെയാണ് നമ്മളുടെ ജോയിനിങ് റിക്വസ്റ്റ് ഇടുന്നത്. ഞാനിവിടെ കാണിച്ചു തരുന്നത് ഒരു വ്യക്തിക്ക്, ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥന് പ്രൊമോഷൻ ലഭിച്ചു, അതിൻ്റെ CTC റിലീവിംഗ് CTCയും ജോയിനിങ് CTCയും ഇടുന്നതാണ്. ട്രാൻസ്ഫറിൻ്റെ കേസിലും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ട്രാൻസ്ഫറിൻ്റെ ആ ഒരു മെനുവും കൂടി നമ്മൾ കാണിച്ചു തന്നത്. ഇനി ട്രാൻസ്ഫർ ആവുന്ന കേസാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ മതിയാകും. ഇവിടെ നമുക്ക് പ്രൊമോഷനായ ഒരു വ്യക്തിയുടെ കാര്യം നമുക്ക് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ഇവിടെ നമ്മൾ ആദ്യം പ്രൊമോഷനായ ആ വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ലോഗിനിൽ പ്രവേശിക്കുകയാണ്. നേരെ നമ്മൾ സർവീസ് മാറ്റേഴ്സിൽ പോകുന്നു. സർവീസ് മാറ്റേഴ്സിൽ പ്രൊമോഷൻ ഗ്രേഡ് റിവേർഷൻ എന്നതിലെ രണ്ടാമത്തെ ഓപ്ഷനായ റിലീവിംഗ് CTCയിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സബ് മെനു ആയ സബ്മിറ്റ് റിലീവിംഗ് റിക്വസ്റ്റ് എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു നമ്മൾ HOD ലോഗിനിൽ നിന്നും പ്രൊമോഷൻ ഓർഡർ എൻ്റർ ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ടാണ് അതിവിടെ ലിസ്റ്റ് ചെയ്തത്. HOD ലോഗിനിൽ നിന്നും ആ ഒരു പ്രൊമോഷൻ ഓർഡർ അതല്ല എങ്കിൽ ട്രാൻസ്ഫർ ഓർഡർ എൻ്റർ ചെയ്തിട്ടില്ല എങ്കിൽ ഇവിടെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും വരുന്നത്. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ആ ഏറ്റവും വലതുവശത്തുള്ള ആ ഒരു സെലക്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഈ ഒരു വ്യക്തിയുടെ പ്രൊമോഷൻ ഓർഡർ ഡീറ്റെയിൽസൊക്കെ ലെഫ്റ്റ് സൈഡിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത് ഒന്ന് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുക. എല്ലാ വിവരങ്ങളും കൃത്യമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മൾ വലതുവശത്ത് എൻ്റർ CTC ഡീറ്റെയിൽസ് എന്ന ആ ഒരു ഭാഗത്ത് പ്രപ്പോസ്ഡ് ഡേറ്റ് ഓഫ് റിലീവിങ് എന്ന ഒരു ഭാഗത്ത് നമ്മൾ എന്നാണോ റിലീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഡേറ്റും FN ആണോ AN ആണോ എന്നത് നമ്മളവിടെ രേഖപ്പെടുത്തുക. അതിനുശേഷം ഉള്ള കോളംസൊക്കെ പ്രീഫിൽഡ് ആണ്. ചാർജ് അസംപ്ഷൻ ആപ്ലിക്കബിൾ അത് യെസ് കൊടുത്തിട്ടുണ്ട്. ചാർജ് ഹാൻഡിങ് ഓവർ പ്രപ്പോസൽ അതും യെസ് ഡിഫോൾട്ടായിട്ട് അതിനകത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഓർഡർ ഡീറ്റെയിൽസ് എന്ന ആ ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിൽ നമുക്കൊരു ഓപ്ഷൻ കാണാൻ കഴിയുന്നതാണ് സെയിം ആസ് പ്രൊമോഷൻ ഓർഡർ ഡീറ്റെയിൽസ്. അതിൻ്റെ ആ ഒരു ലെഫ്റ്റ് സൈഡിലൊരു ചെക്ക് ബോക്സ് ഉണ്ട്. അതിൽ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മളുടെ ആ ഒരു പ്രൊമോഷൻ ഓർഡർ വിവരങ്ങൾ ഇവിടെ വരുന്നതായിരിക്കും. അത് തന്നെ കൊടുത്താൽ മതിയാകുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ റിലീവിങ് ഓഫീസർ ഡീറ്റെയിൽസ് പ്രപ്പോസ്ഡ് എന്ന ഭാഗത്ത് നമ്മൾ ആർക്കാണോ ചാർജ് കൊടുത്ത് ആ ഒരു ഓഫീസിൽ നിന്നും റിലീവ് ആകുന്നത് ആ ഒരു വ്യക്തിയുടെ വിവരങ്ങളാണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ നമ്മളൊരു DDO ആണെങ്കിൽ നമ്മളുടെ കൺട്രോളിംഗ് ഓഫീസർ നമ്മളുടെ സ്ഥാപനത്തിൻ്റെ ചാർജ് മറ്റൊരു വ്യക്തിക്ക് കൊടുത്ത് ഓർഡർ ആകുന്നതാണ്. അപ്പം ആ ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസാണ് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളുടെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉള്ള ആൾക്കായിരിക്കുമല്ലോ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് വന്നു. തൊട്ട് താഴെ ഡെസിഗ്നേഷൻ, ഏത് ഡെസിഗ്നേഷനിലുള്ള വ്യക്തിക്കാണോ ചാർജ് കൊടുത്തത് ആ ഒരു ഡെസിഗ്നേഷൻ നമ്മളവിടെ സെലക്ട് ചെയ്യുമ്പോഴേക്കും ആ ഒരു ഡെസിഗ്നേഷനിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ ജീവനക്കാരുടെ പേരും അവിടെ വരുന്നതാണ്. അതിൽ നിന്നും നമുക്ക് ചാർജ് കൊടുത്ത ആ ഒരു ഉദ്യോഗസ്ഥൻ്റെ പേര് നമ്മളവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെയുള്ള സെലക്ട് റിപ്പോർട്ടിംഗ് ഓഫീസർ ഫോർ അപ്രൂവൽ എന്ന ഒരു ഭാഗത്ത് നമ്മൾ ഓഫീസ് ടൈപ്പ് എന്നതിൽ സെയിം ഓഫീസാണോ കൺട്രോളിംഗ് ഓഫീസാണോ, അതായത് നമ്മളെ റിലീവ് ചെയ്യാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ നമ്മുടെ ഓഫീസിലുണ്ടോ അതോ നമ്മുടെ കൺട്രോളിംഗ് ഓഫീസർക്കാണോ അധികാരമുള്ളത് എന്നതാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ സെയിം ഓഫീസിൽ നമ്മളൊരു ഹയർ ഓഫീസർ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നമ്മൾ റിലീവ് ചെയ്യാനുള്ള അധികാരമുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പേര് സെലക്ട് ചെയ്താൽ മതി. അതല്ല എങ്കിൽ നമ്മൾ മറ്റ് ഓഫീസിലുള്ള നമ്മുടെ കൺട്രോളിംഗ് ഓഫീസർ, അതായത് നമ്മൾ മെയിൽ ഓഫീസിലുള്ള കൺട്രോളിംഗ് ഓഫീസറാണ് എങ്കിൽ ആ കൺട്രോളിംഗ് ഓഫീസും നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ സെയിം ഓഫീസാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം സെയിം ഓഫീസിലെ ഏത് ഉദ്യോഗസ്ഥനാണോ നമ്മൾ റിലീവ് ചെയ്യുന്നത് ആ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഡെസിഗ്നേഷൻ നമ്മളവിടെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം റിപ്പോർട്ടിംഗ് ഓഫീസർ എന്ന ഭാഗത്തു നിന്നും ആ ഒരു ഓഫീസറിൻ്റെ പേര് ഇവിടെ സെലക്ട് ചെയ്യുകയാണ് നമ്മൾ ഓഫീസിലുള്ള. അതിനുശേഷം ഫോർവേഡ് ഫോർ അപ്രൂവൽ കൊടുക്കുന്നതോടുകൂടി ഈ ഒരു റിലീവിങ് റിക്വസ്റ്റ് സബ്മിറ്റ് ആകുന്നതാണ്. അതിൻ്റെ ഒരു മെസ്സേജും നമുക്ക് അവിടുന്ന് കാണാൻ കഴിയുന്നതാണ്. യുവർ റിലീവിങ് റിക്വസ്റ്റ് ഹാസ് ബീൻ ഫോർവേഡഡ് ടു റിപ്പോർട്ടിംഗ് ഓഫീസർ സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജും നമുക്ക് കാണാം. അത് നമ്മൾ ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇൻഡിവിജ്വൽ ലോഗിനിൽ നിന്നും റിക്വസ്റ്റ് ഇട്ടു, അത് നമ്മളുടെ കൺട്രോളിംഗ് ഓഫീസർ അപ്രൂവ് ചെയ്യുന്നു, DDO ലോഗിനിൽ നിന്നും AGക്ക് അത് അയക്കുന്നു. ഇത്രയും പ്രോസസ്സ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ എല്ലാം ഒരുമിച്ചാണ് കാണിക്കുന്നത്. ഇതിൽ നമ്മൾ പല ലോഗിനുകളിലൂടെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഏത് ലോഗിനിലാണോ പ്രവേശിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. നിങ്ങൾക്കിതെല്ലാം ഒരു ലോഗിനിൽ നിന്നാണ് ചെയ്യുന്നതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനാണ് ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് നൽകിയത്. ഇപ്പം നമ്മൾ ജീവനക്കാരൻ്റെ ഇൻഡിവിജ്വൽ ലോഗിനിൽ നിന്നും റിലീവിങ് റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ആ ഒരു കൺട്രോളിംഗ് ഓഫീസർ അതല്ലെങ്കിൽ നമ്മളെ റിലീവ് ചെയ്യാൻ അധികാരപ്പെട്ട ആ ഒരു ഉദ്യോഗസ്ഥ ലോഗിലാണ് നിൽക്കുന്നത്. ഇതിൽ നിന്നും അത് നമ്മൾ ആ റിലീവിങ് റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ സർവീസ് മാറ്റേഴ്സിൽ കയറിയിട്ട് സർവീസ് മാറ്റേഴ്സിൽ പ്രൊമോഷൻ ഗ്രേഡ് റിവേർഷൻ എന്ന ആ ഒരു ഓപ്ഷൻ നമ്മൾ കണ്ടു. അതിൽ റിലീവിങ് CTC എന്നതിൽ രണ്ടാമത്തെ ഓപ്ഷനായ അപ്രൂവ് റിലീവിങ് റിക്വസ്റ്റ് എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു ഓഫീസർ ഇട്ട ആ ഒരു റിലീവിങ് റിക്വസ്റ്റ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിൻ്റെ ഏറ്റവും വലത് വശത്തുള്ള ആ ഒരു സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ ജീവനക്കാരൻ്റെ ആ ഒരു ഇൻഡിവിജ്വൽ ലോഗിനിൽ നിന്നും
റിലീവിംഗ് റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്തപ്പോൾ കണ്ട അതേ ഒരു ഇൻ്റർഫേസ് തന്നെയാണ് ഇവിടെ വരുന്നത്. നമ്മൾ വലതുവശത്തുള്ള എൻ്റർ CTC ഡീറ്റെയിൽസ് എന്നതിൽ ആക്ച്വൽ ഡേറ്റ് ഓഫ് റിലീവിംഗ്, അതായത് നമ്മൾ ജീവനക്കാരൻ പ്രപ്പോസ്ഡ് ഡേറ്റ് ഓഫ് റിലീവിംഗ് ആണ് എൻ്റർ ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്, അതായത് നമ്മൾ കൺട്രോളിംഗ് ഓഫീസർ ഇവിടെ ആക്ച്വൽ ഡേറ്റ് ഓഫ് റിലീവിംഗ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. എന്നാണോ റിലീവ് ചെയ്തത് അതും ആ ജീവനക്കാരനിട്ട അതേ തീയതി തന്നെ ആയിരിക്കണം ഇവിടെ വരേണ്ടത്. അതല്ല എങ്കിൽ എറർ മെസ്സേജ് വരുന്നതാണ്. അതിനുശേഷം ഓർഡർ ഡീറ്റെയിൽസ് നമ്മൾ സെയിം ആസ് പ്രൊമോഷൻ ഓർഡർ ഡീറ്റെയിൽസ് കൊടുത്തു. അത് വായിച്ചു, അതൊക്കെ നോക്കി, അതിനുശേഷം ഓർഡർ നമ്പർ എല്ലാം പരിശോധിച്ചു. അതിനുശേഷം അപ്രൂവർ റിമാർക്സ് എന്നതിൽ നമ്മൾ അപ്രൂവ്ഡ് എന്ന് റിമാർക്സ് എഴുതി ഏറ്റവും താഴ്ഭാഗത്തുള്ള അപ്രൂവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഒരു റിലീവിംഗ് റിക്വസ്റ്റ് അപ്രൂവ് ആകുന്നതാണ്. അപ്പോൾ നമുക്കൊരു മെസ്സേജ് അവിടെ കാണാൻ കഴിയുന്നതാണ്, റിലീവിംഗ് റിക്വസ്റ്റ് ഹാസ് ബീൻ അപ്രൂവ്ഡ് ആൻഡ് ഫോർവേഡഡ് ടു DDO സക്സസ്ഫുള്ളി. അപ്പം ഇവിടെ നമ്മൾ ഇത്രയും നേരം ചെയ്തതെന്ന് പറയുന്നത്, ജീവനക്കാരൻ തൻ്റെ ഇൻഡിവിജ്വൽ ലോഗിനിൽ നിന്നും റിലീവിംഗ് റിക്വസ്റ്റ് അയച്ചു. ആ റിലീവിംഗ് റിക്വസ്റ്റ് കൺട്രോളിംഗ് ഓഫീസർ അപ്രൂവ് ചെയ്തു. ഇനി നമ്മൾ DDO ലോഗിനിലാണ് പ്രവേശിക്കുന്നത്. ഈ ജീവനക്കാരൻ നിലവിൽ ഏത് സ്ഥാപനത്തിലാണോ ജോലി ചെയ്യുന്നത് ആ സ്ഥാപനത്തിലെ DDOയുടെ ലോഗിനിലോട്ടാണ് ഈ ഒരു അപേക്ഷ ഇനി പോകുന്നത്. അത് DDO അംഗീകരിച്ച് AGക്ക് നമ്മളുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ മുഖേന അയക്കേണ്ടെന്നാണ് DDOയുടെ ചുമതല എന്ന് പറയുന്നത്. ഇനി ഞാൻ അടുത്തത് പോകുന്നത് ഒരു DDO ലോഗിലാണ്. DDO ലോഗിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. DDO ലോഗിലും സെയിം ഓപ്ഷൻ തന്നെയാണ്, അതായത് സർവീസ് മാറ്റേഴ്സിൽ പ്രൊമോഷൻ ഗ്രേഡ് റിവേർഷൻ എന്നതിൽ റിലീവിംഗ് CTCയിൽ ഫോർവേഡ് റിലീവിംഗ് CTC ടു AG എന്ന ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും ആ ഒരു പേജിൽ ഈ വ്യക്തിയുടെ ആ ഒരു വിവരങ്ങളൊക്കെ വരുന്നത് കാണാം. എംപ്ലോയി നെയിമും പ്രൊമോഷൻ ഓർഡർ ഡീറ്റെയിൽസ് എല്ലാം വരും. അതിൻ്റെ വലതുവശത്തുള്ള ആ ഒരു സെലക്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കണ്ട അതേ പ്രൊമോഷൻ ഓർഡർ ഡീറ്റെയിൽസ് ഒക്കെ സെയിം തന്നെയാണ്, നമ്മളതൊന്നും ഇനി നോക്കുന്നില്ല. വലതുവശത്തോട്ട് വന്നു നമ്മൾ എലിജിബിൾ ജോയിനിങ് ടൈം, അതായത് ഈ വ്യക്തിക്ക് 7 ദിവസം വരെ പരമാവധി ജോയിനിങ് ടൈം ഉണ്ട്, അതുകൊണ്ട് നമ്മളവിടെ 7 കൊടുക്കുകയാണ്. അതിനുശേഷം മറ്റ് കാര്യങ്ങളൊക്കെ അവിടെ പരിശോധിച്ചു, അതെല്ലാം പ്രീ ഫിൽഡ് ആണ്, അതിനകത്ത് നമ്മളൊന്നും തന്നെ ചെയ്യേണ്ടതില്ല. ഓർഡർ ഡീറ്റെയിൽസ് എല്ലാം പ്രീ ഫിൽഡായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ റിലീവിംഗ് ഓഫീസർ ഡീറ്റെയിൽസും എല്ലാം അവിടെ പ്രീ ഫിൽഡായിട്ട് വന്നു, അതൊന്നും തന്നെ നമ്മൾ നോക്കേണ്ടതില്ല. നമ്മളിനി ഏറ്റവും താഴ്ഭാഗത്തുള്ള ഡിജിറ്റലി സൈൻ CTC എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ആ ഒരു ടോക്കൺ പാസ്വേഡ്, DSCയുടെ ടോക്കൺ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ വരും. ആ ഒരു ടോക്കൺ പാസ്വേഡ് എൻ്റർ ചെയ്ത് നമ്മൾ OK കൊടുക്കുക. അതിനുശേഷം ആ ഒരു കൺഫേം സൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും നമ്മളുടെ ടോക്കൺ പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ആ ഒരു വ്യക്തിയുടെ ചാർജ് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് CTC അവിടെ വരുന്നതായിരിക്കും. അത് ജസ്റ്റ് നമ്മളൊന്ന് നോക്കുക. അതിനുശേഷം ആ ഒരു കൺഫേം സൈൻ നമ്മൾ കൊടുക്കുക. കൺഫേം സൈൻ കൊടുക്കുന്നതോടുകൂടി ആ ഒരു CTC ഡിജിറ്റലി സൈൻ ആയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും താഴോട്ട് വന്ന് ഫോർവേഡ് ടു AG എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഒരു CTC AGക്ക് പോകുന്നതാണ്. ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു ജീവനക്കാരൻ്റെ ഏതെങ്കിലും ലീവ് ആപ്ലിക്കേഷൻ, OD ആപ്ലിക്കേഷൻ, അതേപോലെ തന്നെ COF ആപ്ലിക്കേഷനൊക്കെ സ്പാർക്കിൽ പെൻഡിങ് ആണെങ്കിൽ, അതേപോലെ തന്നെ ഏൺ ലീവ് സറണ്ടർ ആപ്ലിക്കേഷൻ, അതായത് AGയിൽ നിന്നും സ്ലിപ്പ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഈ വ്യക്തിയുടെ ഏതെങ്കിലും പേ സ്ലിപ്പ് വാലിഡേറ്റ് ചെയ്യാതെ കിടപ്പുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു റിലീവിംഗ് CTC നമുക്ക് AGക്ക് ഫോർവേഡ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് AGയിലോട്ട് റിലീവിംഗ് CTC ഫോർവേഡ് ചെയ്യാൻ കഴിയൂ എന്നതും നമ്മളിവിടെ ശ്രദ്ധിക്കുക. ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞതോടുകൂടി ഈ ജീവനക്കാരൻ നിലവിൽ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും റിലീവ് ആയിട്ടുണ്ട്. ഇനി ഈ ജീവനക്കാരന് പുതിയ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് വീണ്ടും നമ്മളുടെ ഈ ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ലോഗിനിൽ നിന്ന് ആർക്കാണോ പ്രൊമോഷൻ ലഭിച്ചത്, അതല്ല എങ്കിൽ ട്രാൻസ്ഫർ ലഭിച്ചത്, ആ ജീവനക്കാരൻ്റെ ഇൻഡിവിജ്വൽ ലോഗിനിൽ നിന്നാണ് നമ്മൾ ജോയിനിങ് അപേക്ഷ ഇടേണ്ടത്. അതിനായിട്ട് നമ്മൾ സർവീസ് മാറ്റേഴ്സിൽ പ്രൊമോഷൻ ഗ്രേഡ് റിവേർഷൻ എന്നതിൽ ജോയിനിങ് CTC എന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ജോയിനിങ് CTCയിൽ സബ്മിറ്റ് ജോയിനിങ് റിക്വസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ട്രാൻസ്ഫർ ആയവരുടെ കേസാണെങ്കിൽ നമ്മൾ സർവീസ് മാറ്റേഴ്സിൽ ട്രാൻസ്ഫർ ഓപ്ഷനിൽ നിന്നാണ് ഈ ഒരു ജോയിനിങ് CTC എന്നതിൽ നിന്നാണ് ജോയിനിങ് റിക്വസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ പ്രൊമോഷൻ ആയതുകൊണ്ടാണ് ആ ഒരു പ്രൊമോഷൻ എന്ന മെനുവിൽ നിന്നും നമ്മൾ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തത്.
അപ്പോഴത്തേക്കും പുതിയൊരു വിൻഡോയിൽ നമ്മളുടെ ഈ ഒരു ജീവനക്കാരൻ്റെ പ്രൊമോഷൻ ഓർഡർ നമ്പരും പ്രൊമോഷൻ ഓർഡർ ഡേറ്റും റിലീവ്ഡ് ഓണും ഒക്കെ വന്നിട്ടുണ്ട്. ആ ഒരു പേജിൽ ആ വലതുവശത്തുള്ള ഒരു സെലക്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ജീവനക്കാരൻ്റെ വിവരങ്ങളൊക്കെ വലതുവശത്ത് വരുന്നതായിട്ട് കാണാൻ കഴിയുന്നതാണ്. അതിൽ നമ്മൾ ഒരു കോളം മാത്രം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാകും. എൻ്റർ ജോയിനിങ് ഡീറ്റെയിൽസ് എന്ന ഒരു ഭാഗത്ത് ഡേറ്റ് ഓഫ് ജോയിനിങ് ഇൻ ന്യൂ ഓഫീസ്, പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്ത തീയതി നമ്മളവിടെ സെലക്ട് ചെയ്യുക. അത് ഏത് ഡേറ്റ് ആണോ അതിൻ്റെ FN AN ഏതാണോ നമ്മൾ സെലക്ട് ചെയ്ത് കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം ആ ഒരു സബ്മിറ്റ് ടു DDO എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഒരു വ്യക്തിയുടെ ജോയിനിങ് റിക്വസ്റ്റ് DDOക്ക് സബ്മിറ്റ് ആകുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഓഫീസിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഓഫീസിലെ DDOയുടെ ലോഗിനിലാണ് നമ്മൾ പ്രവേശിക്കേണ്ടത്. പുതിയ ഓഫീസിലെ DDOയുടെ ലോഗിനിൽ പ്രവേശിച്ച് നമ്മൾ സർവീസ് മാറ്റേഴ്സിൽ പ്രൊമോഷൻ ഗ്രേഡ് റിവേർഷൻ എന്നതിൽ ജോയിനിങ് CTCയിൽ ഫോർവേഡ് ജോയിനിങ് CTC ടു AG എന്ന ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വിൻഡോയിൽ ഈ ഒരു നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റും ഓഫീസ് നെയിമും സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും പുതിയ ആരാണോ ജോയിനിങ് റിക്വസ്റ്റ് ഇട്ടത് ആ വ്യക്തിയുടെ പെന്നും പേരും റിലീവിങ് ഡേറ്റും ഒക്കെ അവിടെ വരുന്നതാണ്. നമ്മൾ ആ വലതുവശത്തുള്ള സെലക്റ്റിൽ ക്ലിക്ക് ചെയ്ത് തൊട്ട് താഴോട്ട് വന്ന് ഈ വ്യക്തിയുടെ മറ്റ് വിവരങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഡു യു വാണ്ട് ടു പോസ്റ്റ് ദ എംപ്ലോയി ടു സബ് ഓഫീസ്, ഇവിടെ അങ്ങനെ ഒരു ആവശ്യമില്ലാത്തത് കൊണ്ട് നോ ആണ് കൊടുത്തത്. അതിനുശേഷം ഡേറ്റ് ഓഫ് ജോയിനിങ് ന്യൂ ഓഫീസ് എന്നെടുത്ത് എന്നാണോ നമ്മളുടെ ഓഫീസിൽ ജോയിൻ ചെയ്തത് ആ ഒരു ഡേറ്റും FN ആണോ AN ആണോ അത് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ഓപ്ഷൻ ഡേറ്റ് ടിൽ ദ സാലറി ടു ബി ഡ്രോൺ ആസ് പെർ ദ റേറ്റ് ഓഫ് പ്രീവിയസ് ഓഫീസ്, അതൊന്നും തന്നെ നമ്മൾ ചെയ്യേണ്ടതില്ല. ആ വ്യക്തിയുടെ ബേസിക് പേ അവിടെ നിന്ന് കാണാൻ കഴിയുന്നതാണ്. ന്യൂ സെക്ഷൻ എന്ന ആ ഒരു ഭാഗത്ത് നമ്മളൊന്നും തന്നെ ചെയ്യേണ്ടതില്ല. ന്യൂ കാറ്റഗറി എന്നെടുത്ത് സർവീസ് കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഈ വ്യക്തി സ്റ്റേറ്റ് ഗസറ്റഡ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റേറ്റ് ഗസറ്റഡ് ആണ് സെലക്ട് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം തൊട്ട് താഴെ വന്ന് നമ്മൾ ബിൽ ടൈപ്പ്, ഈ വ്യക്തി ഏത് ബിൽ ടൈപ്പിലാണോ വരുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അക്വിറ്റൻസ് ടൈപ്പ് ഒന്നും തന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതില്ല. ഇതെല്ലാം ഒന്ന് നമ്മൾ പരിശോധിച്ചതിന് ശേഷം ഡിജിറ്റലി സൈൻ എന്ന ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ DSC ടോക്കൺ പാസ്വേഡ് എൻ്റർ ചെയ്ത് ഇത് നമ്മൾ AGക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ടോക്കൺ പാസ്വേഡ് എൻ്റർ ചെയ്തു. വീണ്ടും ആ ഒരു ടോക്കൺ പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും എൻ്റർ ചെയ്ത് നമ്മൾ ഓക്കെ കൊടുത്ത് വീണ്ടും നമ്മൾ താഴോട്ട് വന്ന് ഫോർവേഡ് CTC ടു AG എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഒരു CTC AGക്ക് പോകുന്നതാണ്. ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു കേസിൽ ഈ വ്യക്തിയുടെ ജോയിൻ ചെയ്ത ഓഫീസിൽ ഒരു DDO ഉണ്ടായിരുന്നു. ഈ വ്യക്തിയെ ജോയിൻ ചെയ്യിപ്പിക്കാൻ ഒരു DDO ഉണ്ടായിരുന്നു. ഇനി ഇങ്ങനെ അല്ലാത്തവരുടെ കേസിലുണ്ടാവും. അതായത് ഈ ഒരു വ്യക്തി ആ ഓഫീസിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ DDO ആബ്സെൻ്റ് ആണ്. അതായത് അവിടെ ഇരുന്ന DDOയെ ട്രാൻസ്ഫർ ചെയ്തായിരിക്കുമല്ലോ ഈ പുതിയ വ്യക്തി അവിടെ DDO ആയിട്ട് ചാർജ് എടുക്കാൻ വരുന്നത്. അങ്ങനെയൊക്കെയുള്ള കേസിൽ അവിടെ ഓൾറെഡി ഒരു അഡീഷണൽ ചാർജ് ഒരു DDO ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള കേസിൽ ആ ഒരു DDOയുടെ ലോഗിനിൽ നിന്ന് തന്നെ ഈ ഒരു വ്യക്തിയെ നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ കഴിയുന്നതാണ്. ഇനി അങ്ങനെ അല്ലാത്ത കേസുകളിൽ വരും. ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഈ DDO ചാർജ് എടുക്കാനായിട്ട് നമുക്ക് അഡീഷണൽ ചാർജ് കിട്ടും ഇന്ന ഒരു ഓഫീസിലോട്ട്. പക്ഷേ പലരും DDO ചാർജ് എടുക്കത്തില്ല. അതായത് നമ്മൾ BIMSൽ പോയി ആ ഒരു DSC രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ട്രഷറിയിൽ കൊടുത്ത് സ്പാർക്കിലൂടെ ആ ഒരു സ്ഥാപനത്തിൻ്റെ DDO ആയിട്ട് അഡീഷണൽ ചാർജ് ഏറ്റെടുക്കത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള കേസിൽ ആ സ്ഥാപനത്തിൽ DDO കാണത്തില്ല. ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ സ്ഥാപനത്തിലെ DDO ആയിട്ട് ചാർജ് എടുക്കുക. അതിനായിട്ട് നമ്മൾ BIMSൽ പോയി DSC രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ നമ്മളുടെ DDO കോഡും പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഓഫീസിൻ്റെ DDO കോഡും നമ്മളുടെ പെന്നും എൻ്റർ ചെയ്ത് നമ്മൾ ആ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ പ്രിൻ്റ് ഔട്ട് നമുക്ക് കിട്ടും. അത് നമ്മൾ പ്രിൻ്റ് എടുത്ത് ട്രഷറിയിൽ കൊടുക്കുക. ട്രഷറിയിൽ നിന്നും അത് അപ്ഡേറ്റ് ആകുന്ന മുറയ്ക്ക് ട്രഷറി ഓഫീസർ അത് അംഗീകരിക്കുന്ന മുറയ്ക്ക് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രിൻറ്റിൻ്റെ കൂടെ നമ്മളുടെ പ്രൊമോഷൻ ഓർഡർ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓർഡർ കൂടി ട്രഷറിയിലോട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് പരിശോധിച്ച് ട്രഷറി ഓഫീസർ അത് അപ്ഡേറ്റ് ചെയ്യുന്ന മുറയ്ക്ക് നമുക്ക് സ്പാർക്കിൽ നമ്മളുടെ ആ ഒരു ഇൻഡിവിജ്വൽ ലോഗിൽ സർവീസ് മാറ്റേഴ്സിൽ കയറി നമുക്ക് ടേക്ക് ചാർജ് ഓഫ് DDO എന്ന ഓപ്ഷൻ വഴി പ്രസൻറ്റ് ഓഫീസിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു
പ്രസൻറ്റ് ഓഫീസിലെ DD ആയിട്ട് ചാർജ് എടുക്കാം. എന്നിട്ട് നമ്മളുടെ ലോഗിനിൽ ആ ഒരു CTC വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. മിക്കവാറും അത് നമ്മളുടെ ലോഗിൽ അത് വരത്തില്ല. ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മളുടെ HOD ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. നമ്മളുടെ HODയുടെ സ്പാർക്ക് ലോഗിനിൽ ഈ ഒരു CTC ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നതായിരിക്കും. അത് HODയുടെ DSC വെച്ച് അംഗീകരിച്ച് അത് AGക്ക് അയച്ചാൽ മതിയാകും ഇങ്ങനെ ഉള്ളവരുടെ കേസിൽ. ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കുന്നത്, ഇപ്പം നമ്മൾ റിലീവിങ് റിക്വസ്റ്റ് ഇട്ടു, ജോയിനിങ് റിക്വസ്റ്റ് ഇട്ടു, ഇതിൻ്റെ സ്റ്റാറ്റസ് നമുക്കറിയണമെങ്കിൽ, കാര്യം ഇത് നമ്മളുടെ കൺട്രോളിങ് അല്ലെങ്കിൽ ഹയർ ഓഫീസിലൊക്കെ ആയിരിക്കും ഇത് CTC അപ്രൂവ് ചെയ്ത് AGക്ക് അയക്കുന്ന പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് സ്പാർക്കിലൂടെ തന്നെ പരിശോധിക്കാൻ കഴിയുന്നതാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർവീസ് മാറ്റേഴ്സിൽ ഇപ്പം പ്രമോഷൻ ആണെങ്കിൽ പ്രമോഷൻ ഗ്രേഡ് റിവേർഷൻ എന്നതിൽ ആ ഒരു റിലീവിങ് CTCയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ വ്യൂ റിലീവിങ് CTC സ്റ്റാറ്റസ്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിലീവിങ് CTCയുടെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. ഇനി വീണ്ടും നമ്മൾ ആ ഒരു സർവീസ് മാറ്റേഴ്സിൽ പ്രൊമോഷൻ ഗ്രേഡ് റിവേർഷനിൽ ജോയിനിങ് CTCയിൽ വന്ന് ജോയിനിങ് CTCയിൽ വ്യൂ ജോയിനിങ് CTC സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജോയിനിങ് CTCയുടെ സ്റ്റാറ്റസും അറിയാൻ കഴിയും. ഇൻ കേസ് ഇനി ട്രാൻസ്ഫറിൻ്റെ കേസിലാണെങ്കിൽ ഇത് തന്നെ ട്രാൻസ്ഫറിൽ വരിക, റിലീവിങ് CTCയിൽ ക്ലിക്ക് ചെയ്ത് റിലീവിങ് CTCയുടെ സ്റ്റാറ്റസ് നോക്കുക, ജോയിനിങ് CTC ക്ലിക്ക് ചെയ്ത് ജോയിനിങ് CTCയുടെ സ്റ്റാറ്റസ് നോക്കുക. ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ പ്രമോഷൻ ട്രാൻസ്ഫർ CTCകൾ സംബന്ധിച്ച്. ഈ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. നന്ദി.